കടത്തനാട് സാഹിത്യോത്സവത്തിൻ്റെ 3-ാം പതിപ്പിൻ്റെ 2-ാം ദിനമായ ഇന്ന് ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മതനിരപേക്ഷത വീണ്ടെടുപ്പിൻ്റെ വഴി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനും പ്രമുഖ പ്രഭാഷകനുമായിട്ടുള്ള സുനിൽ പി ഇളയടം അവർകളാണ്. അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് നമ്മുടെ നാട്ടുകാരനും നല്ല പ്രഭാഷകനുമായിട്ടുള്ള ശശികുമാർ പുറമേരി, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിലെ നന്ദി രേഖപ്പെടുത്തുന്ന ദിനേശൻ ഇടത്തിൽ, അതേപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ഈ സെഷൻ ആരംഭിക്കുന്നത് 11:55, അവസാനിക്കുന്നത് 12:35. പ്രിയപ്പെട്ടവരെ, മതനിരപേക്ഷത എന്ന ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാനെടുത്തതിൽ ഒരുപക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇന്ന് ഏറെ ചർച്ച ചെയ്യേണ്ടതും ഒരുപക്ഷെ ചില വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് എന്നതുകൊണ്ടാണ്. ഈ വിഷയം ഇവിടെ സൂചിപ്പിച്ചു 40 മിനിറ്റാണ് ചർച്ച ചെയ്യാൻ ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. 30 മിനിറ്റ് ഇവിടെ നിന്ന് അവതരണമുണ്ടാവും. 10 മിനിറ്റ് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. ഏതായാലും സുനിൽ മാഷക്ക് ഈ മൈക്ക് കൈമാറുന്നതിന് മുമ്പ് ഒന്ന്, മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വോട്ട് രാഷ്ട്രീയം പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഈ കാലത്ത് മതനിരപേക്ഷതയ്ക്കും ചില നിർവചനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സുനിൽ മാഷോട് അവതരിപ്പിക്കാൻ തുടങ്ങാൻ ആവശ്യപ്പെടുന്നത് ഇതാണ്: എന്താണ് യഥാർത്ഥത്തിലുള്ളൊരു മതനിരപേക്ഷത എന്ന്, അതിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എന്ന് തോന്നുന്നു. സർ, പ്രിയപ്പെട്ടവരെ, വലിയ ഒരു പ്രമേയമാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ വീണ്ടെടുപ്പ് എന്ന ആശയം. നമ്മുടെ ഈ സമയപരിധിക്കുള്ളിൽ അതിൻ്റെ ഒരു ഔപചാരിക രൂപരേഖ അവതരിപ്പിക്കുന്നതിനപ്പുറം വിശദാംശങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ച് അത് വിശദീകരിക്കാൻ സമയക്കുറവുണ്ട്. അതുകൊണ്ട് 3-4 അടിസ്ഥാന ആശയങ്ങൾ സൂചിപ്പിക്കാനേ ഞാൻ ഇതിൽ സമയം അനുവദിക്കുകയുള്ളൂ. അതുണ്ടാക്കുന്ന പോരായ്മകൾക്ക് ക്ഷമിക്കണം എന്ന് ആദ്യമേ പറയട്ടെ. മതനിരപേക്ഷത എന്നുള്ള ആശയം നമുക്കൊക്കെ അറിയുന്നത് പോലെ അതൊരു 19-ാം നൂറ്റാണ്ടോടെ വികസിച്ചു വന്ന, പ്രത്യേകിച്ച് ജ്ഞാനോദയകാലം രൂപം നൽകിയ ഒരാശയമാണ്. ആധുനികതയുടെ ഒരു അടിസ്ഥാന ആശയമാണ്. അതുവരെ സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്ന മതാധികാരം, ആ മതാധികാരത്തിനും ദൈവത്തിനും മുകളിൽ ആധുനിക മനുഷ്യൻ്റെ യുക്തിബോധവും സാമൂഹ്യബോധവും സ്ഥാനം പിടിച്ച സന്ദർഭത്തിലാണ് മതനിരപേക്ഷത എന്ന പദവും മതനിരപേക്ഷത എന്ന ആശയവുമൊക്കെ ഉണ്ടായി വന്നത്. അതായത് ആധുനിക ലോകത്തിൻ്റെ സാമൂഹ്യ അവബോധവുമായി കെട്ടുപിണഞ്ഞ നിലയിലാണ് മതനിരപേക്ഷത നിലനിൽക്കുന്നത് എന്നർത്ഥം. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഞാനതിൻ്റെ ഉത്ഭവചരിത്രം മുഴുവനൊന്നും പറയാൻ മുതിരുന്നില്ല. 18-ാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയം, ഫ്രഞ്ച് വിപ്ലവം, അതിന് പിന്നാലെ രൂപപ്പെട്ട ആധുനിക മനുഷ്യ സങ്കല്പം, ഇതിൻ്റെയൊക്കെ ചരിത്രവുമായിട്ട് മതനിരപേക്ഷത എന്ന ആശയം കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ വികസിച്ചു വന്ന മതനിരപേക്ഷത എന്ന ആശയത്തെ ഇന്ത്യയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതം ഏറെക്കുറെ മതത്താൽ സമ്പൂർണമായി നിർണയിക്കപ്പെട്ടതും
ആധുനികമായൊരു ഘട്ടത്തിലേക്ക് കടന്നപ്പോഴും അതിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു കടക്കാത്തതുമായ ഒന്നായിരുന്നു. ഇന്ത്യ ആധുനികമായത് യൂറോപ്പ് ആധുനികമായതുപോലെ മധ്യകാല മതാത്മകതയുടെയും നാടുവാഴ്ത്തത്തിൻ്റെയും കെട്ടുകളെല്ലാം പൊട്ടിച്ച് അതുണ്ടാക്കിയ മൂല്യവ്യവസ്ഥകളെ പിന്തള്ളിക്കൊണ്ടല്ല. ഇപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള പറയുന്ന രസമുള്ള ഒരു നിരീക്ഷണം, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ചിത്രകാരനായ രവിവർമ്മ ചിത്രകാരനായത് ദേവീദേവന്മാരുടെ ചിത്രം വരച്ചുകൊണ്ടാണ് എന്നാണ്. ഇതൊരു കൗതുകമുള്ള കാര്യമാണ്. ലോകത്ത് ആധുനിക ചിത്രകല വരുന്നത് വിഷയങ്ങളിൽ നിന്ന് മതേതരമായ വിഷയങ്ങളിലേക്ക് വഴിതിരിഞ്ഞിട്ടാണ്. ഗുസ്താവ് കുർബയെ പോലെ പാറ പൊട്ടിക്കുന്നവരെയും മില്ലയെ പോലെ കൃഷി ചെയ്യുന്നവരെയും ഒക്കെ വരച്ചിട്ടാണ് യൂറോപ്പിൽ ആധുനികതയുടെ രംഗപ്രവേശം ചിത്രകലയിൽ നടന്നത്. ഇവിടെ അങ്ങനെയല്ല. രവിവർമ്മ സരസ്വതിയെ വരയ്ക്കുന്നു, ലക്ഷ്മിയെ വരയ്ക്കുന്നു, ദൈവങ്ങളെ വരയ്ക്കുന്നു. ആ വരയുടെ സമയത്ത് തന്നെ ആധുനികമായ സാങ്കേതികതയെ ഉപയോഗിക്കുന്നു. എണ്ണച്ചായ ഉപയോഗിക്കുന്നു, ലീനിയർ പെർസ്പെക്റ്റീവ് ഉപയോഗിക്കുന്നു, ലിത്തോഗ്രാഫ് പ്രസ് ഉണ്ടാക്കുന്നു, ഇത് അച്ചടിച്ച് നാട് മുഴുവൻ വിതരണം ചെയ്യുന്നു. ഇങ്ങനെ മതത്തിൻ്റെ ഒരു അവബോധവും ആധുനികമായ സാങ്കേതികതയും കെട്ടുപിണഞ്ഞ നിലയിലാണ് ഇന്ത്യ ആധുനികമായത്. അതുകൊണ്ട് മതനിരപേക്ഷതയെ സംബന്ധിച്ച് യൂറോപ്പ് രൂപപ്പെടുത്തിയ അതേ ആശയങ്ങൾ, നമ്മൾ വളരെ വ്യാപകമായി പറയുന്ന ആശയം ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന നിലയിൽ ഭരണവും മതവും തമ്മിലുള്ള സമ്പൂർണ്ണ വിച്ഛേദം എന്നൊരാശയം ഇവിടെ എത്രത്തോളം പ്രായോഗികമാകുമെന്നത് ആദ്യമേ തന്നെ ഉന്നയിക്കപ്പെട്ട സംശയമാണ്. ഇപ്പം അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറയുന്നൊരു കാര്യം, മതകാര്യങ്ങളിൽ ഭരണകൂടം ഇടപെട്ടുകൂടാ എന്ന് നാം തീരുമാനിച്ചാൽ ഭരണഘടനാപരമായ മൂല്യങ്ങൾക്കും അതിൻ്റെ ധാർമ്മിക തത്വങ്ങൾക്കും എതിരായ മതമൂല്യങ്ങളെ മുഴുവൻ നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് സതി എന്നത് ഇന്ത്യയിൽ മതാചാരമായിട്ടാണ് നിലനിന്നിരുന്നത്. അയിത്തം മതാചാരമായിരുന്നു. അയിത്തത്തെ കുറ്റമാക്കിയിട്ടാണ് നമ്മുടെ ഭരണഘടന ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് മതപരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട എല്ലാ മൂല്യങ്ങളെയും ആചാരങ്ങളെയും വ്യക്തിയുടെ സ്വകാര്യ മണ്ഡലം എന്ന നിലയിൽ വകവെച്ച് കൊടുത്താൽ ഇന്ത്യയെ സംബന്ധിച്ചുണ്ടാകാനിരിക്കുന്ന വലിയ വിപത്ത് അത് ജാത്യാചാരങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, സ്ത്രീവിരുദ്ധതയുടെ ഒക്കെ വലിയൊരു ലോകത്തെ സംരക്ഷിക്കുന്ന ഒന്നായിട്ട് മാറും. ഇങ്ങനൊരു വീക്ഷണം വാസ്തവത്തിൽ ഉണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിനകത്ത്. ഇപ്പോൾ തിലകനടക്കമുള്ള ആളുകളൊക്കെ എടുത്തിരുന്ന നിലപാട് ഇത്തരം കാര്യങ്ങളിലൊന്നും സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇടപെടേണ്ടതില്ല, മറിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം മാത്രം മതി എന്നതാണ്. ഇത് മാറ്റിയിട്ടാണ് 1920 മുതൽ നമ്മൾ മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് വന്നു ചേരുകയും ഇതുകൂടി മാറേണ്ടതാണ് എന്ന് കരുതിക്കൊണ്ട് അയിത്തോച്ചാടന അടക്കമുള്ളത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയിലേക്ക് ഗാന്ധി കൂട്ടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തത്. അങ്ങനെ ചരിത്രപരമായി വികസിച്ചു വന്ന നമ്മുടെ ദേശീയതാ സങ്കല്പത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് മതനിരപേക്ഷതയെക്കുറിച്ചുള്ള പ്രായോഗികമായൊരു വീക്ഷണം ഇവിടെ നിലവിൽ വന്നത്. അത് മതങ്ങളും ഭരണവും തമ്മിലുള്ള ഔപചാരികമായ വിച്ഛേദം എന്നതിനപ്പുറം എല്ലാ മതങ്ങൾക്കും നിലനിൽക്കാനും സ്വയം പ്രചരിപ്പിക്കാനും വിശ്വാസം ആചരിക്കാനും അവസരം നൽകുന്നതും ഭരണകൂടം ഏതെങ്കിലും ഒരു മതത്തോട് സവിശേഷമായ പ്രതിപത്തി കാണിക്കാത്തതുമായ ഒരു സംവിധാനം എന്ന നിലയിലാണ് നമ്മൾ മതനിരപേക്ഷതയെ വിഭാവനം ചെയ്തത്. അത് ശരിക്കും മതനിരപേക്ഷതയാണോ എന്ന് ചോദിച്ചാൽ അതിൽ ധാരാളം വിയോജിപ്പുകളുണ്ടാവും. പലരും അതിനോട് വിയോജിച്ചിട്ടുമുണ്ട് അക്കാലത്ത് തന്നെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതത്തിൻ്റെ പേരിൽ ആധുനികപൂർവമായ മൂല്യങ്ങൾ എത്രയെങ്കിലും പൊതുസമൂഹത്തിൽ നിൽക്കെ മതകാര്യങ്ങളിൽ ഒന്നും തന്നെ ഭരണകൂടം ഇടപെടാൻ പാടില്ല എന്ന യുക്തി അത്രമേൽ സ്വീകാര്യമല്ല എന്നത് വികസിച്ചു വന്നൊരു, അങ്ങനെ പ്രായോഗികമായി ഉണ്ടായ ഒരു സമീപനം എന്ന നിലയിലാണ് എല്ലാ മതങ്ങളോടുമുള്ള തുല്യ അകലം അല്ലെങ്കിൽ തുല്യ സമീപനം, എല്ലാ മതങ്ങൾക്കുമുള്ള തുല്യ അവകാശം, ഭരണകൂടം ഏതെങ്കിലും ഒരു മതത്തോടുള്ള സവിശേഷമായ പ്രീതി കാണിക്കാതിരിക്കൽ തുടങ്ങിയ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നിർവഹണപരമായ തത്വമാണ്, അല്ലാതെ സങ്കല്പനപരമായ നിർവചനം അല്ല. അതിൻ്റെ പരിമിതികൾ നമുക്ക് ധാരാളമുണ്ട്. പക്ഷെ അത് ചരിത്രപരമായി ഉണ്ടായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ അതുകൊണ്ടാണോ മതാത്മകമായ ഒരു രാജ്യത്ത് മതേതരത്വം, മതനിരപേക്ഷത നടപ്പാക്കാൻ ഏറ്റവും പ്രയാസമാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്നതും എൻ്റെ ഒരു സംശയമാണ്.
ഈ മതനിരപേക്ഷത ഇന്ത്യയിൽ നമ്മുടെ നേരെ കോർ വിഷയത്തിലേക്ക് വന്നാൽ തന്നെ മതനിരപേക്ഷത നേരിടുന്ന ഒരു അടിസ്ഥാന വെല്ലുവിളി അല്ലെങ്കിൽ വർഗീയതയുടെ നിലനിൽപ്പിൻ്റെ ആധാരം എന്താണ് എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ നമ്മൾ ആ പ്രശ്നത്തെ വേണ്ട പോലെ എപ്പോഴെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ഞാനിത് പുതുതായി ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുകയല്ല. നമ്മുടെ രാഷ്ട്രീയ പ്രയോഗത്തിൽ അത് എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇന്ത്യൻ വർഗീയതയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വേര് വാസ്തവത്തിൽ നമ്മുടെ ദേശീയതാ വ്യവഹാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ദേശീയത എന്ന സങ്കല്പത്തിനുള്ളിൽ തന്നെ വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ ഒളിച്ചു കിടപ്പുണ്ട്. അതിനെ ഭേദിക്കാൻ വാസ്തവത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിലോ ആധുനിക സമൂഹ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിലോ കാര്യമായിട്ടൊന്നും കഴിഞ്ഞില്ല. ഞാനതിൻ്റെ ഡൈനാമിക്സ് മുഴുവൻ പറയാൻ സമയമില്ല, എങ്കിലും ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമായിട്ട് ആധുനിക ദേശീയ ബോധം രൂപപ്പെടുന്ന സമയത്ത് 3 തരത്തിലുള്ള ഭൂതകാല ഭാവനകൾ ഇവിടെയുണ്ട്. ഒന്ന്, ഇന്ത്യൻ ഭൂതകാലത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന പ്രാകൃതരായ ഒരു ജനതയുടെ കൂട്ടമാണ് ഇന്ത്യയിലുള്ളത് എന്ന് വാദിച്ച നമ്മുടെ ജെയിംസ് മില്ലിനെയും വിൻസെൻ്റ് സ്മിത്തിനെയും ഒക്കെ പോലുള്ള സാമ്രാജ്യത്വവാദികളായ ചരിത്രകാരന്മാർ. അവരാണ് ഇന്ത്യയുടെ ഭൂതകാലത്തെ മതപരമായി മുദ്രകുത്തുകയും മതസംഘർഷങ്ങളുടേതാണ് ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നത് ഇമ്പീരിയലിസ്റ്റ് ചരിത്രകാരന്മാരാണ്. മറ്റൊരു കൂട്ടർ മാക്സ് മുള്ളറും H.H. വിൽസണും ഒക്കെ അടക്കമുള്ള ഒരു കൂട്ടം പൗരസ്ത്യവാദികൾ എന്നറിയപ്പെട്ട ചരിത്രകാരന്മാരാണ്. അവർ ചെയ്തത് ഇന്ത്യയുടെ ഭൂതകാലത്തിനൊരു വലിയ സുവർണശോഭ നൽകിക്കൊണ്ട് പൗരാണിക ഭാരതം എന്ന മഹത്വകൽപ്പനയെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. പരസ്പര വിരുദ്ധമായി 2 നിലപാടുകളാണ് 19-ാം നൂറ്റാണ്ടിലുള്ളത്. ഇതിൽ പൗരസ്ത്യവാദ വീക്ഷണത്തെ ഏറ്റെടുത്തുകൊണ്ടും സാമ്രാജ്യ ചരിത്രമുണ്ടാക്കിയ പ്രാചീന ഇന്ത്യ ഹൈന്ദവമാണ് എന്ന യുക്തിയെ സ്വാംശീകരിച്ചുകൊണ്ടുമാണ് ഏറെക്കുറെ നമ്മുടെ ദേശീയ ബോധം വികസിച്ചു വന്നത്. അതായത് നമ്മുടെ ദേശീയ ബോധത്തിനുള്ളിൽ തന്നെ ഹിന്ദുത്വത്തിൻ്റെതായ ഒരു പൗരാണികതാ സങ്കല്പം ഒളിച്ചു കിടപ്പുണ്ട് എന്നർത്ഥം. അത് ആ കാലത്ത് കാര്യമായി ചലഞ്ച് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ അമർത്യാസൻ ഇതേക്കുറിച്ച് പറയുന്ന ഒരു ഒബ്സർവേഷൻ പറയാം. ആധുനിക ഇന്ത്യ അതിൻ്റെ ഭൂതകാലത്തെ നിർമ്മിച്ചപ്പോൾ, രൂപപ്പെടുത്തിയെടുത്തപ്പോൾ 3 തരം പാരമ്പര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങൾ, ക്രൈസ്തവമോ അല്ലെങ്കിൽ ബൗദ്ധമോ ജൈനമോ ഇസ്ലാമികമോ ഒക്കെയായ പാരമ്പര്യങ്ങൾ അപരമായിട്ട് സങ്കല്പിക്കപ്പെട്ടു. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഉപനിഷത്ത് എന്ന വാക്ക് ഇന്ത്യയിലെ മുഴുവൻ പേർക്കും പരിചിതമാണ്. ഉപനിഷത്തുകളേക്കാൾ എത്രയോ ആഴത്തിൽ ഇന്ത്യൻ ജീവിതത്തെ സ്വാധീനിച്ച ബുദ്ധമതത്തിൻ്റെ ആധാര ഗ്രന്ഥങ്ങളായ ത്രിപിടകങ്ങൾ, ആ ത്രിപിടകം എന്ന വാക്ക് 100-ൽ ഒരാൾക്ക് പോലും പരിചയമുണ്ടാവില്ല. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് വേറെ എത്ര വേണമെങ്കിലും വിശദീകരിക്കാവുന്ന ഒരു കാര്യമാണ്. ബ്രാഹ്മണേതര പാരമ്പര്യങ്ങൾ മുഴുവൻ അപരവൽക്കരിക്കപ്പെട്ടു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, തദ്ദേശീയമായ വിജ്ഞാന വൈഭവങ്ങൾ ദേശീയമായില്ല. ഇപ്പം സതിരാട്ടത്തിൽ നിന്നാണ് ഭരതനാട്യം ഉണ്ടായത്. പക്ഷേ സതിരാട്ടം അധകൃതമായി, ഭരതനാട്യം ദേശീയമായി. അജന്ത ചിത്രകല ദേശീയമായി. അജന്തയേക്കാൾ കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ പ്രയോഗത്തിലുള്ളതാണ് വർലി ചിത്രകലയുടെ നിർമ്മാണ രീതി, സാങ്കേതിക രീതി, അതിൻ്റെ ഐക്കണോഗ്രാഫി ഒക്കെ. പക്ഷേ വർലി നമ്മളിന്നും ആദിവാസി കല എന്നാണ് പറയുക. വർലി ട്രൈബൽ ആർട്ടാണ്. അങ്ങനെ ദേശീയതയിൽ നിന്ന് ഈ പ്രാദേശികമായ വിജ്ഞാന വൈഭവങ്ങളുടെ ലോകം പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തൊരു കാര്യം, ഇന്ത്യ ജന്മം നൽകിയ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വിപുല പാരമ്പര്യത്തെ നമ്മൾ ദേശീയ പാരമ്പര്യമായി കണ്ടില്ല. അപ്പം മലയാളികൾക്കെല്ലാം ശങ്കരാചാര്യരെ കുറിച്ചറിയാം. അനന്തശ്രേണി കണ്ടെത്തിയ സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ലോകോത്തര ഗണിതജ്ഞനെ
യൂറോപ്പ് അനന്തശ്രേണി കണ്ടെത്തുന്നതിന് തൊട്ട് മുമ്പോ ഏതാണ്ട് അതേ സമയത്ത് തന്നെയോ അനന്തശ്രേണി കണ്ടെത്തിയ ഗണിതജ്ഞൻ ഇരിങ്ങാലക്കുടയിലുണ്ട്. അല്ലെങ്കിൽ 15-16 നൂറ്റാണ്ടുകളിലെ കേരളീയ ഗണിതം എന്ന് പറയുന്നത് അന്നത്തെ ലോക ഗണിത നിലവാരത്തോട് ഒത്തുപോകുന്ന ഒന്നാണ്. അതിൽ സംഗമഗ്രാമമാധവനുണ്ട്, വടശ്ശേരി പരമേശ്വരനുണ്ട്, നീലകണ്ഠ സോമയാജിയുണ്ട്, അങ്ങനെ എത്രയോ പേരുണ്ട്. ഇവരുടെ പേരുകളൊക്കെ പക്ഷേ നമ്മുടെ ബോധ്യത്തിൽ നിന്ന് തീർത്തും പോയിരിക്കുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ രസതന്ത്രം, നമ്മുടെ ഗണിതം, നമ്മുടെ വാസ്തുജ്ഞാനം ഇതൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടുകയും പക്ഷേ വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ എന്നൊക്കെ പറയുന്നത് ദേശീയ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥ പ്രകൃതമായി മാറുകയും ചെയ്തു. ഇങ്ങനെ 3 തരം ഒഴിവാക്കലുകൾ: ബ്രാഹ്മണേതര മതപാരമ്പര്യങ്ങൾ, തദ്ദേശീയ വിജ്ഞാന വൈഭവങ്ങൾ, ഭൗതിക വിജ്ഞാന രൂപങ്ങൾ. ഇതിനെ 3നെയും തമസ്കരിച്ചത് വഴി ഭൂതകാലം അതിൽ തന്നെ ഹൈന്ദവമാണ്, ബ്രാഹ്മണികമാണ് എന്ന ഒരു സ്ഥിതിവിശേഷം ആധുനികതയുടെ, ദേശീയതയുടെ സങ്കല്പ ഭൂമികയിൽ തന്നെ വന്നുപെട്ടു. ഈ സങ്കല്പ ഭൂമികയുടെ ക്ലെയിമാണ് ഹിന്ദുത്വത്തിൻ്റെ വാസ്തവത്തിലുള്ള ഒരു വലിയ സോഴ്സ്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായി പരാജയപ്പെട്ടാലും ഹിന്ദുത്വം പരാജയപ്പെടാത്തത്. നമ്മുടെ സമരങ്ങളുടെ ഒരു വലിയ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുത്വത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെയോ അത് മുമ്പോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളെയോ നമ്മൾ ധൈര്യമായി എതിർക്കുന്നു. RSSനെ എതിർക്കുന്നു, BJP എതിർക്കുന്നു, വിശ്വഹിന്ദു പരിഷത്തിനെ എതിർക്കുന്നു. ആ എതിർപ്പുകളൊക്കെ നിലനിൽക്കെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ആധാരത്തെ, ഞാൻ ഈ പറഞ്ഞ ദേശീയതാ വ്യവഹാരം ജന്മം നൽകിയ ഭൂതകാല ഭാവനയുടെ അടിത്തട്ടിനെ കാര്യമായൊന്നും നമ്മൾ ഒലച്ചിട്ടില്ല, അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഗാന്ധി സെക്യുലറായ പൊളിറ്റിക്കൽ കോർഡിനേഷൻ കൊണ്ടുവരുന്നതിൽ 1920കൾക്ക് ശേഷം ഗാന്ധി വലിയ വിജയം നേടി എന്നുള്ളത് ശരിയായിരിക്കെ തന്നെ ഗാന്ധിയുടെ ഇടപെടലിന് പോലും ഈ പറയുന്ന നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാവുന്ന ഇന്ത്യൻ ദേശീയതയുടെ സാംസ്കാരിക മൂലധനത്തെ മതനിരപേക്ഷമാക്കാനോ, ഞാൻ മതനിരപേക്ഷം എന്ന വാക്കിനേക്കാൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വൈവിധ്യങ്ങളുടെ ഒരു പാരമ്പര്യത്തെ ഉറപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് ആഫ്രിക്ക തീസീസ് അനുസരിച്ച് 60,000 കൊല്ലം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളുകൾ ഏതാണ്ട് 14,000-നും 12,000-നും വർഷങ്ങൾക്കിടയിൽ കിഴക്കൻ ഏഷ്യയിൽ നിന്നും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്നും കുടിയേറിയ ആളുകളാണ് ഇൻഡസ് വാലി ഉണ്ടാക്കിയത്. അതിനുശേഷം ഏതാണ്ട് ഒരു 5,000 വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയിൽ നിന്ന് കുടിയേറിയ ആര്യന്മാരുടെ കുടിയേറ്റത്തിന് ശേഷം മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയിലേക്ക് വന്ന ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർത്തിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാർ, തുർക്കികൾ, മുഗളന്മാർ ഇവരൊക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ വലിയൊരു പങ്കുവയ്പ്പിൻ്റെ ചരിത്രമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ കുടിയേറ്റങ്ങളുടെയും പങ്കുവയ്പ്പുകളുടെയും കൂടിക്കലരലുകളുടെയും ഒരു പാരമ്പര്യത്തെയാണ് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത് എന്ന് അല്പം പോലും ഓർക്കാതെ ഭൂതകാലത്തെ ഒരു സ്തബ്ധമായ സത്താപരമായ ഒരു ഹൈന്ദവതയിൽ ഉറപ്പിക്കുന്ന ഒന്നായിട്ടാണ് നമ്മുടെ ദേശീയതാ വ്യവഹാരം നിലവിൽ വന്നത്. ഈ ദേശീയതാ വ്യവഹാരത്തെ വെല്ലുവിളിക്കൽ ഒട്ടും എളുപ്പമല്ല. ദേശീയ പ്രസ്ഥാനം ചെയ്തിട്ടില്ല. നമ്മുടെ മതനിരപേക്ഷമായ ഇടപെടലുകളും ഏറെയൊന്നും ആ നിലയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ട് തന്നെ നെഹ്റു പറഞ്ഞൊരു വാക്യമുണ്ട്, ഇന്ത്യയിൽ ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഏത് ശബ്ദവും വിഭാഗീയമായി മുദ്രകുത്തപ്പെടും, പക്ഷേ ഭൂരിപക്ഷ വർഗീയത ദേശീയതയുടെ പരിവേഷത്തിലാവും പ്രത്യക്ഷപ്പെടുക. അത് നെഹ്റു വളരെ മുമ്പേ നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേശീയതയുടെ സാംസ്കാരിക ഭൂതം എന്ന് പറയുന്നത് ബ്രാഹ്മണികമായ മൂല്യമണ്ഡലത്തിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണികതയ്ക്ക് വേണ്ടിയുള്ള ഏതു വാദത്തെയും ദേശീയതയുടെ പരിവേഷത്തിനകത്ത് അവതരിപ്പിക്കാനായിട്ട് ഇതിന് കഴിയും. ഞാനിവിടെ ഒരു കാര്യം കൂടി പറയാം. ദേശീയതാ വ്യവഹാരം എന്ന് പറയുന്നതിനെ ദേശീയ പ്രസ്ഥാനമെന്ന് സമീകരിക്കരുത്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ജനത അവരുടെ ഭൂതകാലത്തെക്കുറിച്ചുണ്ടാക്കുന്ന ഒരു ആകമാനമുള്ള അവബോധത്തെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഞാൻ ദേശീയതാ വ്യവഹാരം എന്ന് പറയുന്നത്. അതിനുള്ളിൽ പല ഘട്ടങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തിന് പല ഊന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏത് ഊന്നലിനും ഈ അടിസ്ഥാന ചോദ്യത്തെ അട്ടിമറിക്കാനൊന്നും കഴിഞ്ഞില്ല. ആ കഴിവില്ലായ്മയിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നതിൽ തന്നെ വർഗീയമായ ഒരു ഉള്ളടക്കം ഒളിഞ്ഞും പാത്തും കിടപ്പുണ്ട്. പണ്ട് നമ്മുടെ ഒരു ചിന്തകൻ പറഞ്ഞ ഒരു കാര്യം, ഈ ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളിൽ വർഗീയതയ്ക്കൊരു ഒളിത്താവളമുണ്ട്. ആ ഒളിത്താവളം അതുകൊണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ, ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 52-ലെ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് 4 സീറ്റോ മറ്റാണെന്ന് കിട്ടിയത്.
ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം 2 സീറ്റാണ് കിട്ടിയത്. അവിടെ നിന്ന് 200 സീറ്റിലേക്കോ 300 സീറ്റിലേക്കോ എത്താനായിട്ട് ഒരു പ്രയാസം ഉണ്ടായില്ല. അത് രാഷ്ട്രീയമായ വിജയത്തേക്കാൾ കൂടുതൽ ഈ അടിവേരിൽ നിന്നുള്ള ഒരു തുടർച്ച അതിനകത്തുണ്ട്. ഈ അടിവേര് പക്ഷേ നമ്മുടെ ചർച്ചകളിലോ നമ്മുടെ എതിർവാദങ്ങളിലോ കാര്യമായി ഉന്നയിക്കപ്പെടാതെ ഔട്ടർ മാനിഫെസ്റ്റേഷനോട് നാം നടത്തുന്ന യുദ്ധങ്ങൾ അടിവേരിനെ തൊടാത്തത് കൊണ്ട് രാഷ്ട്രീയമായി പരാജയപ്പെട്ടാലും ഹിന്ദുത്വം പരാജയപ്പെടില്ല. ഞങ്ങളുടെ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന KN പണിക്കർ മാഷ് പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എപ്പോഴും പറയുമായിരുന്ന ഒരു വാക്യമാണ്, നിങ്ങൾക്ക് വർഗീയതയെ ജാഥ നടത്തി തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജാഥയിലും വേണ്ടത്ര വർഗീയവാദികളുണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് വർഗീയത എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വർഗീയതയ്ക്കുള്ളിൽ ജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജനാധിപത്യവാദിയാണെന്നോ മതനിരപേക്ഷവാദിയാണെന്നോ കാണാൻ കഴിയും. അതായത് വർഗീയതയെ, മതനിരപേക്ഷതയെ പൊളിറ്റിക്കൽ അഫിലിയേഷനായിട്ട് കാണുകയും ഒരു ജനതയുടെ സാംസ്കാരിക ഭൂതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവായിട്ട് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നിടത്ത് വർഗീയതയ്ക്ക് ഒരു വേരുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്ത്യൻ പ്ലൂരാലിറ്റിയെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? അത് ഇന്ത്യയിലെ കുടിയേറ്റങ്ങൾ മുതൽ നമ്മുടെ ഭക്ഷണശീലം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭാഷ, നമ്മുടെ പ്രവർത്തനക്രമങ്ങൾ, ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള പങ്കുവയ്പ്പിൻ്റെ ദീർഘചരിത്രത്തെ അനുഭവവേദ്യമായ നിലയിൽ തിരിച്ചറിയാൻ പറ്റുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള തന്നെ പറയുന്ന രസമുള്ളൊരു നിരീക്ഷണം, നമ്മുടെ കളമെഴുത്തുണ്ടല്ലോ, ധൂളി ചിത്രം, ഈ ധൂളി ചിത്രത്തിലെ രേഖാസമ്പ്രദായം പ്രാചീന പേർഷ്യയിൽ രൂപപ്പെട്ടതിൻ്റെ അനുകരണമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൈമാറി വന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വീട്ടുമുറ്റത്ത് നിങ്ങളുടെ മതാചാരപ്രകാരം ഒരു കളം വരയ്ക്കുന്ന സമയത്ത് ഏതാണ്ടൊരു 3000-ഓ 4000-ഓ കൊല്ലം മുമ്പ് മധ്യേഷ്യയിൽ രൂപപ്പെട്ട ഒരു രേഖാസമ്പ്രദായത്തിൻ്റെ തുടർച്ച വീട്ടുമുറ്റത്ത് മറ്റൊരു മതമായി, മറ്റൊരു പാരമ്പര്യമായി, മറ്റൊരു പ്രയോഗമായിട്ടുണ്ട്. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ തുളസിത്തറ എന്ന് പറയുന്നത് അറേബ്യയിൽ പോയാൽ അറേബ്യയിൽ ബഹ്റൈനിൽ നിങ്ങൾക്ക് ഈ തുളസിത്തറ കാണാൻ കഴിയും എന്നത് നമ്മുടെ മഹാബലി അസീറിയൻ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ് എന്ന് NV കൃഷ്ണവാര്യർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വേദങ്ങളിൽ കാണുന്ന മിക്കവാറും എല്ലാ ദൈവങ്ങളെയും സെൻ്റ് അവസ്ഥ എന്ന് പറയുന്ന പ്രാചീന പേർഷ്യൻ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഷെയറിങ്ങിൻ്റെ ഒരു ദീർഘചരിത്രമുണ്ടെന്നിരിക്കെ പക്ഷേ നമ്മൾ ഇതിനെ എവിടെയും ഓർക്കുന്നുമില്ല, തിരിച്ചറിയുന്നുമില്ല. അതുകൊണ്ട് എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂതം സത്താപരമായിട്ട് ബ്രാഹ്മണികമായി തുടരും. അതിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന രാഷ്ട്രീയ ആവിഷ്കാരങ്ങളോട് ഇടഞ്ഞുകൊണ്ട് നമ്മൾ സെക്യുലറാണ് എന്ന് ധരിക്കുകയും ചെയ്യും. അതായത് ഉള്ളിൽ ഈ പറയുന്ന ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ യുക്തി തുടരുക, പുറമേ രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിനെതിരായ സെക്യുലർ സമരങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഈ വിഭക്താവസ്ഥ ഫ്രാൻസ് ഫാനൻ കൊളോണിയൽ രാജ്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് സ്കിസോഫ്രീനിക്കാണ് എന്ന് പറയും. കാരണം കോളനി അധിനിവേശത്തിന് ശേഷം നിങ്ങൾക്ക് യൂറോപ്പും ആവാൻ കഴിയില്ല, നിങ്ങൾക്ക് നിങ്ങളായിരിക്കാനും പറ്റില്ല എന്ന ഒരു സ്കിസോഫ്രീനിക്കായ ഒരു വിഭജനം സംഭവിക്കുമെന്ന് പറയും. ഇന്ത്യക്കകത്തും ഈ വിഭജനമുണ്ട്. നിങ്ങൾ പുറമേക്ക് സെക്യുലർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഉള്ളിൽ ഹിന്ദുത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള മൂല്യവ്യവസ്ഥകളെ നിലനിർത്താൻ കഴിയുമെന്നത് ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്. നെഹ്റു സൂചിപ്പിച്ചതിൽ ആ ഒരു വ്യാപ്തി കൂടിയുണ്ട്. അദ്ദേഹം അതിന് അത്രയും വ്യാപ്തിയിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ആലോചിച്ചാൽ നമുക്ക് ആ നിലയിൽ കൂടി കാണാനായിട്ട് കഴിയും. ഗുജറാത്തിൽ ഒരു ക്ഷേത്രം ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രഥമ പൗരന് ഒരു ക്ഷണിതാവായിരുന്നു. ആ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തോട് അതിൽ പങ്കെടുക്കരുത് എന്ന് പറയുകയുണ്ടായി. അതിന് അദ്ദേഹത്തിൻ്റെ ന്യായം, നിങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ രാഷ്ട്രപതിയല്ല, എല്ലാ മതത്തിൻ്റെയും അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങളുടെയും ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പരിപാടിയിൽ അങ്ങ് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ, ശക്തനായി പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് പിന്നീട് വന്ന പ്രധാനമന്ത്രിമാരിൽ അവർക്ക് ഇദ്ദേഹത്തിൽ നിന്നും എത്രമാത്രം ദൂരം സഞ്ചരിക്കേണ്ടി വന്നു എന്നതാണ് ഇന്ന് ഒരു പക്ഷേ ഈ വിഷയം പോലും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്നെനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കാം
അത് സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ സംഘടനാ രൂപം ഹിന്ദു മഹാസഭയാണ്. 1915 ഹിന്ദു മഹാസഭ വരുന്നത്. അതിൻ്റെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് RSS വരുന്നത്. 1925 RSS വരുന്നത്. പിന്നീട് പല സംഘടനകളും വരികയുണ്ടായി. ഈ ഹിന്ദു മഹാസഭയുടെ ആദ്യത്തെ 2 പ്രസിഡന്റുമാർ, ഒന്ന് പണ്ഡിറ്റ് മദനമോഹന മാളവിയാണ്, രണ്ടാമത്തെ ആൾ ലാലാ ലജ്പത് റായ് ആണ്. ഇവർ 2 പേരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കളായിരുന്നു. മൂന്നാമത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ BS മൂഞ്ചെ എത്തുമ്പോഴാണ് ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരികയും ഗാന്ധി മുമ്പുണ്ടായിരുന്ന മതാത്മക ദേശീയതയ്ക്ക് അപ്പുറത്തേക്ക് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നം, കർഷകരുടെ പ്രശ്നം, ഖാദിയുടെ പ്രശ്നം, ഉപ്പിൻ്റെ പ്രശ്നം മുതലായവ ഏറ്റെടുത്ത് മറ്റൊരു തരത്തിൽ ആൻറ്റി ഇമ്പീരിയൽ സ്ട്രഗിളിനെ ഇന്ത്യൻ ജനതയുടെ ഭൗതികാവശ്യങ്ങളുമായി ബന്ധപ്പെടുത്താൻ തുടങ്ങുന്നതോടെയാണ് ഹിന്ദു മുസ്ലിം ഐക്യം എന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ആശയമാവുകയും അതോടെ മൂഞ്ചെ ഗാന്ധിയുമായും ദേശീയ പ്രസ്ഥാനമായിട്ടും തെറ്റിമാറുകയും ഹിന്ദു മഹാസഭ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തത്. അതുവരെ എന്തുകൊണ്ട് ഹിന്ദു മഹാസഭയും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിന്ദു മഹാസഭ അന്ന് സെക്കുലർ ആയതുകൊണ്ടല്ല, ദേശീയ പ്രസ്ഥാനം ഏതാണ്ട് ഹിന്ദു യുക്തി തന്നെയായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം. ഈ തുടർച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരിഹരിക്കപ്പെട്ടില്ല. ഗാന്ധിയുടെ ഒരു 25 കൊല്ലക്കാലത്തെ ഇടപെടൽ കൊണ്ട് 1920 മുതൽ 1945 വരെ ഏറെക്കുറെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മതാത്മക മുഖത്തെ മതനിരപേക്ഷമായൊരു രാഷ്ട്രീയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വധം രക്തസാക്ഷിത്വം ഉണ്ടാക്കിയ വലിയ വൈകാരികമായ ധാർമ്മികമായ ഊർജം അതിനെ കുറെ കൂടി ശക്തിപ്പെടുത്തി എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ഈ ദേശീയതയ്ക്കുള്ളിലുള്ള ഈ വിഭജനം പക്ഷെ ഒരിക്കലും പരിഹരിക്കപ്പെട്ടില്ല. പിന്നീട് അത് പല നിലയിൽ തുടർന്നു. ഇപ്പോൾ ബാബറി പ്രശ്നത്തിന് വഴിവെച്ച സംഭവം എന്തായിരുന്നു? ഇപ്പം നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. മറ്റേ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് രാജേന്ദ്രപ്രസാദ് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ നെഹ്റു വിലക്കുന്നു. രാജേന്ദ്രപ്രസാദ് കുറഞ്ഞ ഒരാളല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ദേശീയ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ പേരുകളിലൊന്നാണ്. പട്ടേൽ, രാജേന്ദ്രപ്രസാദ്, അബ്ദുൽ കലാം ആസാദ്, ഗാന്ധി. ഇവർ 3 പേരുമാണ് ഏറ്റവും സമുന്നതമായ പേരുകളായിട്ട് അന്നുണ്ടായിരുന്നത്. അതിലൊരാളാണ് രാജേന്ദ്രപ്രസാദ്. അദ്ദേഹം ഒരു വർഗീയവാദിയൊന്നുമല്ല. പക്ഷെ അദ്ദേഹം സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകണമെന്ന് തീരുമാനിക്കുകയും സോമനാഥം പുതുക്കി പണിയാൻ സഹായിക്കുക എന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന വാദത്തോട് യോജിക്കുകയും ചെയ്ത ആളാണ്. ഈ പൊസിഷൻ അന്നും വരുന്നുണ്ട്. 1948 കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാർ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പോവുകയും ആചാര്യ നരേന്ദ്രദേവ് ഫൈസാപൂർ നിയോജക മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലാണ് ബാബറി പ്രശ്നം പൊങ്ങി വരുന്നത്. നിങ്ങൾ ഓർക്കണ്ടോന്ന് അറിഞ്ഞൂടാ, 48 ഫെബ്രുവരി അവസാനമാണ് ബാബറി മസ്ജിദിൽ രാമൻ്റെ വിഗ്രഹം ഭൂജാതമായി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രശ്നം വരുന്നത്. ഫെബ്രുവരി 28-നാണ്. ആ പ്രശ്നം ഉണ്ടായ സമയത്ത് GB പന്താണ് അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി. അന്ന് നെഹ്റു പറയുന്നുണ്ട് ആ വിഗ്രഹം എടുത്ത് സരയുവിൽ ഒഴുക്കി കളയണം, ബാബറി പള്ളി അതുപോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്ദർഭമായതുകൊണ്ട് വാസ്തവത്തിൽ ബാബറി പള്ളി അടച്ചിടാൻ തീരുമാനിക്കുകയും അത് തർക്കമന്ദിരമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് 92 ആയപ്പോൾ ആ പള്ളി പൊളിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, നെഹ്റുവിനെ പോലെ ഒരാൾ GB പന്തിനോട് പറഞ്ഞ കാര്യം പക്ഷേ അന്ന് നടപ്പിലായില്ല. അന്ന് ബാബറി പള്ളിയിൽ നിന്ന് രാമവിഗ്രഹം പുറത്താക്കുകയല്ല ചെയ്തത്, ബാബറി പള്ളി അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. 86 പിന്നെ അവിടെ രാമാരാധനയ്ക്ക് അനുവാദം വന്നു. 92 പള്ളി പൊളിക്കപ്പെട്ടു. ഇപ്പോൾ പള്ളിയുടെ സ്ഥാനത്ത് പുതിയ ക്ഷേത്രം വന്നപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിച്ചേരുന്ന പ്രാണപ്രതിഷ്ഠ എന്ന പേരിൽ ക്ഷേത്രോദ്ഘാടകനായിട്ട് പ്രധാനമന്ത്രിയും പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് ഈ തമിഴ്നാട്ടിൽ നിന്ന് കുറേ സന്യാസിമാർ എവിടെയോ കിടന്ന ഒരു വടിയുമായിട്ട് വന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ സ്ഥിതി ഉണ്ടായി. കഷ്ടകാലത്തിന് വടി പാമ്പായിട്ട് മാറുമെന്ന് പറഞ്ഞില്ല, അങ്ങനെ ഇരുന്ന സാധനം അയച്ച എന്താണ് ചെങ്കോല് എന്ന് പറഞ്ഞത്. അത് നമ്മുടെ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന നിലയിലേക്ക് ഒരു മതരാഷ്ട്ര യുക്തിയിലേക്ക് ഇത് എത്തിച്ചേർന്നു. ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രശ്നത്തെ BJP അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ രൂപങ്ങളോട് മാത്രം ബന്ധിപ്പിച്ച് മനസ്സിലാക്കാതെ ആധുനിക ഇന്ത്യയുടെ പാരമ്പര്യ സങ്കല്പം ദേശീയതാ വ്യവഹാരം എന്നതുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ വേരിനെ തൊടാൻ പറ്റില്ല, ഇതിൻ്റെ ഔട്ടർ മാനിഫെസ്റ്റേഷനെ മാത്രമേ തൊടാൻ പറ്റൂ. വേരിനെ തൊടാതെ നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ മൗലിക
മൗലികമായി തകർക്കാൻ കഴിയില്ല. വേരിൽ തൊട്ടാലുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പാരമ്പര്യം എസൻഷ്യലി ഒരു മതത്തിൻ്റെതോ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിൻ്റെതോ അല്ല, അത് വലിയൊരു പങ്കുവയ്ക്കലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ബോധ്യത്തെ ഉറപ്പിച്ചെടുക്കാൻ പറ്റുക. നിർഭാഗ്യവശാൽ അത് പറ്റാതായതുകൊണ്ട് ദേശീയതയുടെ പരിവേഷത്തിൽ മതത്തിൽ ജീവിക്കാനും മതത്തിൻ്റെ പരിവേഷത്തിൽ ദേശീയതയിൽ ജീവിക്കാനുമുള്ള സ്പേസ് ഇന്ത്യൻ ദേശീയത എല്ലാ കാലത്തും ഉപയോഗപ്പെടുത്തി. അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പം നമ്മൾ കാണുന്ന പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ് ഒരു മതത്തിൻ്റെ ആരാധനാലയം തല്ലി തകർത്ത് അവിടെ മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയം പണിത് അതിൻ്റെ ഉദ്ഘാടകനായി ഭരണഘടനാ സംരക്ഷണത്തിന് ഒന്നാമതായി ഉത്തരവാദിത്തപ്പെട്ട ആൾ അത് ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മൾ കാണുന്നത്. അത് ഈ രാജ്യത്ത് ഒരു ക്ഷോഭം ഉണ്ടാക്കിയില്ല. ഈ രാജ്യത്ത് ഏതെങ്കിലും കാലുഷ്യങ്ങളോ അതേ ചൊല്ലി വലിയ സംഘർഷങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതൊക്കെ സ്വാഭാവികവൽക്കരിക്കപ്പെട്ട. ഇപ്പം നിങ്ങൾ ഓർക്കുമോ, മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ട സമയത്ത് ഇപ്പം അതിൻ്റെ കേസിൽ കോടതി മാറ്റാനുള്ള ശ്രമം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉടനീളം വലിയ ക്ഷോഭമുണ്ടായി. ഇപ്പോഴും പശുവിൻ്റെ പേരിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ 1/2 സെൻറ്റിമീറ്റർ വാർത്തയിൽ ഏതാണ്ട് അവസാനിക്കുന്നു. ഈ കൊല സ്വഭാവവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു, നാച്ചുറലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്ന മതാധികാരത്തിൻ്റെ മതരാഷ്ട്രബോധത്തിൻ്റെ വ്യാപനത്തെ ഈ ദേശീയതാ വ്യവഹാരത്തിൻ്റെ മറയിൽ നിലനിർത്താൻ പറ്റുന്നു എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും മൗലികമായൊരു സമസ്യ എന്ന് ഞാൻ പറയാം. ഇത് യൂറോപ്പിനുണ്ടായിട്ടില്ല. യൂറോപ്പ് രാജാവിൻ്റെ തലവെട്ടി മാറ്റിയിട്ടാണ് പാർലമെൻ്ററി ജനാധിപത്യം സ്ഥാപിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ രാജാക്കന്മാരെ നിഷ്കാസനം ചെയ്ത് രാജാവിൻ്റെ തലവെട്ടി മാറ്റുക അടക്കം ചെയ്തിട്ടാണ് ജനാധിപത്യം ഉറച്ചത്. അതായത് മധ്യകാല മതാത്മകതയുടെ വേര് പിഴുതു മാറ്റിക്കൊണ്ട് ആധുനികമായ മൂല്യബോധത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമ്മുടെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ മധ്യകാല മതാത്മകതയുടെ വേരും ആധുനിക രാഷ്ട്ര വ്യവഹാരവും ഒക്കെ തമ്മിൽ കെട്ടുപിണഞ്ഞിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരൻ എന്ന് വിളിക്കപ്പെടുന്ന ആൾ തന്നെ ഈ പറയുന്ന സോമനാഥത്തിൻ്റെ പുനഃസ്ഥാപനം ദേശീയതയുടെ ഒരു ആവിഷ്കാരമാണ് എന്ന് വിശ്വസിക്കുന്ന മട്ടിൽ, ഞാനിത് ഒരാളുടെ കുറ്റമായിട്ട് കാണുകയല്ല കേട്ടോ, ഞാനിങ്ങനെ കുറ്റത്തിന് ആളെ കണ്ടെത്തുന്ന പണിയല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാന തകരാറാണ്. അതിലേക്ക് നമുക്ക് ചുവട് വയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നത് വാസ്തവത്തിൽ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. ഇപ്പം ഞാനൊരു രസമുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇന്ത്യൻ ദേശീയതയുടെ വലിയ ചരിത്രകാരനാണ് R.C. മജുംദാർ. കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച അനവധി വോള്യങ്ങളുള്ള ഗ്രന്ഥം അദ്ദേഹം എഴുതിയതാണ്. അതിലൊരിടത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത സമൂഹങ്ങളായിട്ടാണ് ഇന്ത്യയിൽ നിലനിന്നത്. പരസ്പര ചേർന്ന് ജീവിക്കുക എന്നുള്ളത് പോയിട്ട് പരസ്പര സൗഹൃദം പോലും സാധ്യമാകാത്തവരായിരുന്നു അവർ. ആരാണ് എഴുതുന്നത്? കൊടിയ വർഗീയവാദിയൊന്നുമല്ല. എഴുതുന്നത് നാഷണൽ ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. ഇതേ വാദമാണ് സവർക്കർ പറയുന്നത്. സവർക്കർ 1923 ഹിന്ദുത്വയിൽ പറഞ്ഞത് ഇതേ വാദമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 രാഷ്ട്രമാണ്. ഇതേ വാദമാണ് ജിന്ന പറഞ്ഞത്. ഞാൻ പറയുന്നത് ദേശീയത എന്ന സങ്കല്പത്തിനുള്ളിൽ എങ്ങനെയാണ് മതപരമായ വിഭജന യുക്തികൾ ആഴത്തിൽ വേരുപിടിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രാമാണികനായ ദേശീയ ചരിത്രകാരനായ മജുംദാറിനെ തന്നെ നോക്കിയാൽ മതി. നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒക്കെ എഴുതുന്നത് വാസ്തവത്തിൽ ഇതിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ ഫൈറ്റൊന്നും എവിടെയും എത്തിയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഇപ്പോഴും പ്രധാനമന്ത്രി പോയി പ്രാണപ്രതിഷ്ഠ നടത്തും. നാട്ടുകാർ വളരെ സന്തോഷമായിട്ട് കൈയടിച്ച് അത് പിന്തുണയ്ക്കുകയും ചെയ്യും. ഇതിലൊരു മര്യാദ കിടണ്ടല്ലോ എന്ന് പറയാനായിട്ട് ഒറ്റ തിരിഞ്ഞ് പൊട്ടും പൊടിയായിട്ട് ആരെങ്കിലും അവിടെ ഇവിടെ ഉണ്ടാവും. അവരെല്ലാം ജയിലിലാവുകയും ചെയ്യുമെന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഒമർ ഖാലിദ് 6 കൊല്ലമായി. നോക്കൂ, നമ്മുടെ കോടതി സംവിധാനം എവിടെ എത്തിയെന്ന് നോക്കണം. ആശാറാം ബാപ്പുവിന് പരോളുണ്ട്. മറ്റേ റേപ്പിസ്റ്റിന് 13ാമത്തെയോ 15ാമത്തെയോ തവണ പരോള് കിട്ടിക്കഴിഞ്ഞു. ഒമർ ഖാലിദിന് പരോളില്ല. ഷർജീൽ ഇമാമിന് പരോളില്ല. 6 കൊല്ലമായി. എന്താണ് കുറ്റം? പൗരത്വ നിയമം എന്ന പേരിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യത്തെ അട്ടിമറിച്ച് പൗരത്വത്തെ മതപരമായി നിർവചിക്കുന്ന ഒരു പുതിയ നിയമം വന്ന സമയത്ത് അതിനെതിരെ സമരം നടത്തി എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് ഡിസൻ്റാണ് അടിസ്ഥാനം. വാസ്തവത്തിൽ ഭരണകൂടം ഭരണഘടനയ്ക്കെതിരെ നിൽക്കുന്നു. ജനങ്ങൾ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി രംഗത്തെത്തുന്നു. അവർ കുറ്റവാളികളായിത്തീരുന്നു. അതിനെ കോടതി അപ്ഹോൾഡ് ചെയ്യുന്നു. കോടതി ഇപ്പോൾ ഈ 6 വർഷം തടവിൽ കിടന്ന വിചാരണയില്ലാതെ 1800 പേജോ മറ്റാണ് അത്ര കുറ്റപത്രം. അത് വായിച്ചു തീർക്കണമെങ്കിൽ തന്നെ ഇനി എത്ര കൊല്ലം വേണ്ടി വരും?
1800 പേജാ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് കേട്ടോ, അല്ലാതെ മഹാകുറ്റകൃത്യത്തെക്കുറിച്ചൊന്നുമല്ല, ഒരു പ്രസംഗത്തെക്കുറിച്ചാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വിചാരണ എന്ന പേരിൽ ഒരു 10 കൊല്ലവും കൂടി ഒരാളെ തടവിടാനുള്ള ആസൂത്രിതമായ ശ്രമമായിട്ട് അത് മാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധത ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. 1992 ബാബറി പ്രശ്നം വരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി. ആ നിയമത്തിൽ പറയുന്നത് 47 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്താണോ അതിലൊരു മാറ്റവും വരുത്തിക്കൂടാ, ബാബറി പള്ളി ഒഴികെ. അത് തർക്ക വിഷയമാണ്. ബാക്കിയെല്ലാം അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആരാധനാലയ സംരക്ഷണ നിയമം 90 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്, നിയമമാണ്. ഈ നിയമം അതുപോലെ നിലനിൽക്കുന്ന സമയത്താണ് ഗ്യാൻവാവി പള്ളി കുഴിച്ചു നോക്കാനായിട്ട് അലഹബാദിലെ കോടതി ആദ്യ ഉത്തരവിട്ടത്. അത് ഹൈക്കോടതി ശരിവെച്ചു, അത് സുപ്രീം കോടതിയും ശരിവെച്ചു. ഏത് നിലനിൽക്കുന്ന നിയമത്തിനെതിരെ ഒരു കുറ്റകൃത്യമായി തീരാവുന്ന ഒരു പ്രവൃത്തി ശരിയാണെന്ന് 3 തലത്തിൽ കോടതി ശരിവെച്ചു. ബാബറി പള്ളി പൊളിച്ചത് കുറ്റകൃത്യമാണെന്ന് വിസ്തരിച്ച് വിധി എഴുതിയിട്ട് അവസാനം ആ സ്ഥലത്ത് അമ്പലം പണിയാനായിട്ട് പൊളിച്ചവർക്ക് അനുവാദം കൊടുക്കലാണ് നമ്മുടെ ബാബറി വിധി. അന്ന് ജസ്റ്റിസ് ഗാംഗുലി എന്ന് പറഞ്ഞ് കൽക്കട്ടയിലെ ഒരു ജഡ്ജിയുണ്ട്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, രസമുള്ള ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചത്, അപ്പോൾ പൊളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പൊളിച്ചു പണിയാൻ ഉത്തരവിടുമായിരുന്നു എന്നാണ്. കാരണം പണിയണമെന്ന് തീർപ്പായല്ലോ, പണിയെന്ന് തീർപ്പായെങ്കിൽ പിന്നെ പൊളിക്കണമല്ലോ. അപ്പോൾ ഹിന്ദുത്വം പൊളിച്ചതുകൊണ്ട് എളുപ്പം പണിയാം, പൊളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പൊളിച്ചു പണിയാൻ ഉത്തരവിടുമായിരുന്നു എന്ന് ജസ്റ്റിസ് ഗാംഗുലി ചോദിച്ച അതേ ചോദ്യം വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് കോടതികളടക്കം ഭരണഘടനാ സ്ഥാപനങ്ങളടക്കം SIRൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നമ്മുടെ ജനാധിപത്യത്തെ ഏത് നിലയിൽ ദുർബലപ്പെടുത്തുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിവ്യാപകമായി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഉയർന്ന തലം മുതൽ നിത്യജീവിതത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് വരെ വർഗീയത കിനിഞ്ഞിറങ്ങിക്കഴിഞ്ഞ ഒരു നിർണായക പ്രതിസന്ധിയിലാണ് വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതൊരു ചെറിയ രാഷ്ട്രീയ തർക്കമൊന്നുമല്ല. ഇന്ത്യ എന്ന ആശയം ഏതാണ്ട് തവിടുപൊടിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിലിരുന്നാണ് നമ്മൾ ഇതേക്കുറിച്ച് ആലോചിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും പാർലമെൻറ്റ് മന്ദിരം സന്യാസിമാർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വർത്തമാനകാലത്ത് മതനിരപേക്ഷതയെക്കുറിച്ച് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള അവസരം കൂടി ബാക്കി വെച്ചുകൊണ്ട് ഹലോ, സാർ നമസ്കാരം. എൻ്റെ പേര് അക്ഷയ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യനാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നെഹ്റുവിനെയും ഗാന്ധിനെയും പോലും മാറ്റിമറിക്കപ്പെട്ട് ചരിത്രത്തിൽ എഴുതുന്ന സാഹചര്യത്തിൽ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അന്നത്തെ കാലത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തൊരു സമരമായിരുന്നു അത്. അതിൻ്റെ ഭാഗമായിട്ട് കേളപ്പൻ, AKG പോലുള്ള ഒരുപാട് നേതാക്കന്മാർ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ടാണ് ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷെങ്കിൽ പിൻകാലത്ത് സാർ ഉൾപ്പെടെ സഖാവ് കൃഷ്ണപിള്ള ഗുരുവായൂർ കയറി മണിയടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സഖാവ് എന്നുള്ളൊരു വ്യാഖ്യാനം അതും ഒരു തരത്തിലുള്ള വളച്ചൊടിക്കലല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. താങ്ക് യു. നോക്കൂ, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൊതു സ്വഭാവം ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ EMS കോൺഗ്രസ്സിൽ തുടങ്ങിയ ആളാണ്. കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകളുണ്ടായിരുന്നു. 1937 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്ന സമയത്തും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പൊതുപ്രവർത്തനത്തിൽ പൊതുരംഗത്ത് ഇല്ല, കോൺഗ്രസ്സിൽ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. 37 കമ്മ്യൂണിസ്റ്റ് സെല്ലുണ്ടായി. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അതുമൊക്കെ കഴിഞ്ഞ് എത്രയോ കാലത്തിനുള്ളിലാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ
കോൺഗ്രസിൻ്റെ പി കൃഷ്ണപിള്ള ഇതിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയാണ്. EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. JP ആണ്, ജയപ്രകാശ് നാരായണനാണ് അന്ന് അഖിലേന്ത്യാ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ നേതാവായിട്ടുള്ളത്. അദ്ദേഹം കോൺഗ്രസിനകത്ത് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് നോക്കൂ, നമ്മൾ ഇന്ന് കോൺഗ്രസ് എന്ന് കരുതുന്നത് പോലെ ഒരു കേവല രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ല ഈ ദേശീയ പ്രസ്ഥാന കാലത്ത് കോൺഗ്രസ് നിൽക്കുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലാലാ ലജ്പത് റായും മദൻമോഹന മാളവ്യയും പോലെയുള്ള ഹിന്ദുത്വത്തിൻ്റെ യുക്തികളെ ഏതാണ്ട് പൂർണ്ണമായി ഏറ്റെടുത്ത ആളുകളുണ്ട്. നെഹ്റുവിനെ പോലെ അതിനെ പൂർണ്ണമായിട്ട് എതിർത്ത ആളുകളുണ്ട്. സോഷ്യലിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ആദ്യം അവതരിപ്പിച്ചതാരാണ്? പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ആദ്യം അവതരിപ്പിക്കുന്നത് ഹസ്രത് മൊഹാനിയാണ്. സ്വാമി കുമാരാനന്ദയും ഹസ്രത് മൊഹാനിയും ചേർന്നിട്ടാണ് അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ 1921 ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇവർ രണ്ടുപേരും 1920 നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷേ 21 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ മുദ്രാവാക്യമായിരുന്നു പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത്. അവർ പ്രമേയമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്, AKG പങ്കെടുക്കുന്നുണ്ട്. ആ സമയത്ത് കോൺഗ്രസ്സിലാണ്. ഇപ്പം നമ്മൾ നാരായണ ഗുരു മതവാദിയാണോ എന്ന് ചോദിച്ചാൽ, മതം ഒരു പബ്ലിക് ഡൊമൈനിൻ്റെ ഒരേ ഒരു മുഖമായിരിക്കുന്ന സമയത്ത് പൊതുജീവിതത്തിൽ ഇടപെടാനായിട്ട് നിങ്ങൾക്ക് മതത്തിൽ ഇടപെടേണ്ടി വരും. അല്ലാതെ ഇന്നത്തെ സെക്യുലർ പൊളിറ്റിക്സ് അതേപടി മതം മാത്രം പൊതുജീവിതത്തിൻ്റെ ആവിഷ്കാരമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പറ്റൂല. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന, അതുകൊണ്ടാണല്ലോ അവസാന ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ, 48 ജനുവരി 30 രാവിലെ എഴുതി പൂർത്തിയാക്കി പാരലാലിന് തിരുത്താൻ കൊടുക്കുന്നത്, ഗാന്ധി കൊടുക്കുന്നത് ലോകസേവാ സംഘം എന്ന പുതിയൊരു സംഘടനയുടെ ഭരണഘടനയാണ്. ലോകസേവാ സംഘത്തിൻ്റെ മാഷ്ക്ക് അതൊക്കെ നന്നായിട്ട് അറിയാലോ. ലോകസേവാ സംഘത്തിൻ്റെ ഭരണഘടനയാണ് ഗാന്ധി പാരലാലെ ഏൽപ്പിച്ച് വേണ്ട തിരുത്തൽ വരുത്തൂ എന്ന് പറയുന്നത്. അതായത് സ്വാതന്ത്ര്യം വന്നതോടെ കോൺഗ്രസിൻ്റെ പഴയ ഫ്രെയിം അവസാനിക്കുന്നു എന്നും പുതിയത് ആരംഭിക്കുന്നു എന്നും ഗാന്ധി തന്നെ കരുതുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ ഒരു കാര്യം ശരിയാണ്, അവരെല്ലാം അന്ന് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് നിലനിന്നത്. പക്ഷേ കോൺഗ്രസ് നാം ഇന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടല്ല, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളുടെ വിവിധ ധാരകൾ അവ തമ്മിൽ അകത്ത് വലിയ വൈരുദ്ധ്യമുണ്ട്. ഒരു ഭാഗത്ത് വലതുപക്ഷപരമായ ഹിന്ദുത്വ യുക്തിയുണ്ട്, മറുഭാഗത്ത് അതിന് നേരെ വിപരീതമായ നെഹ്റുവിയൻ സോഷ്യലിസം ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകളടക്കം അതിൽ ഉണ്ട് എന്നതാണ്. അതൊരു വലിയ പ്ലാറ്റ്ഫോമായിരുന്നു. അതിനെ നമ്മൾ ഇന്നത്തെ ഒരു സാങ്കേതിക അർത്ഥത്തിലേക്ക് ചുരുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാർ, നിസാർ കോട്ടക്കൽ സാർ, എനിക്ക് ചോദിക്കാനുള്ളത് ഈ സെക്യുലറിസം എങ്ങനെ തിരിച്ചുപിടിക്കണം എന്നുള്ള വഴികളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ തന്നെ സെക്യുലറിസം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു വേർഷനാണ്, ആദ്യത്തെ വേർഷനാണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മന്ത്രിമാരടക്കം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഭൂതകാലത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും 2 രാഷ്ട്രങ്ങളാണെന്ന് പറയും പോലെ തന്നെ നമ്മളിവിടെ UDFൻ്റെ ഒരു വേദിയിൽ ഇടതുപക്ഷ സഹയാത്രികനായ താങ്കളും പങ്കെടുക്കുന്നു, നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ, ഈ 2 രാഷ്ട്രങ്ങളിൽ നിന്ന് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള 2 രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഉണ്ട്. ശരിക്ക് ഹിന്ദുത്വത്തിൻ്റെ ഒരു രാഷ്ട്രവും നമ്മൾ ഉൾക്കൊള്ളുന്ന UDF അല്ലെങ്കിൽ LDF എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു, ഇപ്പം നമ്മൾ അവിടെ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഒരു തുറന്ന ചർച്ച അവരുമായി ആയിക്കൂടെ ഇത്തരം സാംസ്കാരിക രംഗങ്ങളിൽ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഏത് പാകിസ്ഥാൻ ആയിട്ടാണോ ഉദ്ദേശിച്ചത്? അല്ല, ഹിന്ദു മുസ്ലിം സംഘർഷം എന്നുള്ളത്. ഹിന്ദുത്വ ശക്തികളുമായിട്ട് തുറന്ന ചർച്ച എന്ന് പറയുന്നത് എത്രത്തോളം ചർച്ച എന്നുള്ള ആശയത്തിന് ഞാൻ എതിരല്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന യുക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഹിന്ദുക്കളുടെ നാടാണ് എന്നാണ്. മറ്റുള്ളവർ ഇന്ത്യയിലെ കടന്നു വന്നവരോ വിദേശികളോ അല്ലെങ്കിൽ ഇപ്പോൾ വിചാരധാരയിലും വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ കൃതിയിലുമൊക്കെ പറയുന്ന കാര്യം എന്താണ്? മറ്റു മതക്കാർക്ക് ഇന്ത്യയിലുള്ള സ്ഥാനം എന്താണ്? മറ്റു മതക്കാർക്ക് ഇന്ത്യയിലുള്ള സ്ഥാനം ഒന്നുകിൽ ഹിന്ദുക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക, അല്ലെങ്കിൽ സവിശേഷമായ യാതൊരു പൗരാവകാശങ്ങളും ഇല്ലാത്ത ജീവിതത്തിന് അവർ തയ്യാറാവുക. ഈ ഒരു പൊസിഷൻ അടിസ്ഥാനപരമായി മുമ്പോട്ട് വയ്ക്കുന്നവരോട് എന്ത് ഡയലോഗാണ് നമ്മൾ നടത്തുക?
നിങ്ങൾ ഒരാളായിട്ട് സംവദിക്കുന്ന സമയത്ത് അടിസ്ഥാന ജനാധിപത്യം ഇന്ത്യയിൽ ജനിച്ച, ഇപ്പോൾ സവർക്കറുടെ പൗരത്വ സങ്കല്പം എന്താണ്? ഇന്ത്യയിൽ ജനിച്ചു വളർന്നവർ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ചവർ എന്നതൊന്നുമല്ല സവർക്കറുടെ പൗരത്വത്തിൻ്റെ സങ്കല്പം. സവർക്കറുടെ പൗരത്വ സങ്കല്പം ഭാരതത്തെ പിതൃഭൂമിയും പുണ്യഭൂമിയുമായി അംഗീകരിക്കുന്നവരാണ് ഇന്ത്യയിലെ പൗരന്മാർ. ഈ പുണ്യഭൂമി എന്ന സങ്കല്പം വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്കാണ്. 1923 നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ പുണ്യഭൂമി സങ്കല്പത്തെ മാറ്റിയിട്ട് ലോകത്തൊരാധുനിക രാഷ്ട്രവും ജന്മദേശത്തെ ആധാരമാക്കിയിട്ടല്ലാതെ മതത്തെയോ സാംസ്കാരിക പൈതൃകത്തെയോ വച്ച് പൗരത്വത്തെക്കുറിച്ച് നിർവചിക്കില്ല. ഒരാധുനിക രാഷ്ട്രവും പൗരത്വത്തിൻ്റെ അടിസ്ഥാനം ജന്മമാണ്. നിങ്ങൾ ജനിച്ച നാട്, നിങ്ങളുടെ മാതാപിതാക്കൾ ജനിച്ച് ജീവിച്ച നാട്, ഒരാളെങ്കിലും ഇന്ന സ്ഥലത്ത് ജീവിച്ച നാട്. ഇത്തരം ക്രൈറ്റീരിയയാണ് 48 ഭരണഘടന വന്നതും 55 ഭരണഘടനയ്ക്ക് പൗരത്വ നിയമത്തിൻ്റെ രൂപീകരണത്തിലുമൊക്കെ ജന്മദേശമാണ്. പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ യുക്തി പുണ്യഭൂമി എന്നതാണ്. ഞാൻ പറഞ്ഞത് മതരാഷ്ട്രപരമായ ഒരു അടിസ്ഥാന സങ്കല്പം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ നിലപാടിനോട് നിങ്ങൾക്കൊരു ഡെമോക്രാറ്റിക് ഡയലോഗ് എത്രത്തോളം സാധ്യമാകും എന്നറിയില്ല. അല്ല, പറ്റുമെങ്കിൽ നടത്തിക്കോളൂ. ഞാൻ പറയുന്നത് നമ്മുടെ 75 വർഷത്തെ ചരിത്രം നോക്കൂ. ഗാന്ധിയെ വെടിവെച്ച് കൊന്നവരാണ്. സംവാദത്തിൽ ഏർപ്പെടണം എന്ന് പറയുന്നവർ ഗാന്ധിയെ വെടിവെച്ച് കൊന്നതാണ്. ഇത് യാദൃച്ഛികമായിട്ടൊന്നും സംഭവിച്ചതല്ല കേട്ടോ, വളരെ ആസൂത്രിതമായി. 1935 ഗാന്ധിക്കെതിരെ ആദ്യം ബോംബെറിയുന്നത് ഐത്തോച്ചാടനത്തെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യമായി ഗാന്ധി സ്വീകരിച്ചതോടെ ചിത്പാവൻ ബ്രാഹ്മണർക്കും ബ്രാഹ്മണ്യത്തിനുണ്ടായ വിദ്വേഷത്തിൽ നിന്നാണ് 35 ആദ്യത്തെ വധശ്രമം. ഗാന്ധി സഞ്ചരിച്ച കാറാണെന്ന് കരുതി വേറൊരു കാറിന് ബോംബെറിഞ്ഞ് ആ കാറ് മുഴുവൻ കത്തിപ്പോയി. അതിൻ്റെ അവശിഷ്ടം പാറ്റ്നയിലെ ഗാന്ധി മ്യൂസിയത്തിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് തുടങ്ങിയതാണ്. 7ാമത്തെ ശ്രമത്തിലാണ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ആ ശ്രമത്തിൻ്റെ ഉടനീള അടിസ്ഥാനം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ബ്രാഹ്മണ്യ മൂല്യങ്ങളുള്ള ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന യുക്തിയും ഗാന്ധി മുമ്പോട്ട് വെച്ച മതനിരപേക്ഷത, ഹിന്ദു മുസ്ലിം ഐക്യം എന്നതും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. അതുകൊണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെയെങ്കിലും ചരിത്രമുള്ള ഒരു മതരാഷ്ട്ര യുക്തിയോട് നാം ഏറ്റുമുട്ടുന്ന സമയത്ത് ഡയലോഗ് എത്രത്തോളം പോസിബിളാകും എന്ന് കരുതുന്നില്ല. ഇപ്പോൾ ഗാന്ധി ഹിറ്റ്ലർക്ക് കത്തയച്ചതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. ഹിറ്റ്ലറെ കത്തയച്ച് തിരുത്താൻ പറ്റുമോ എന്നുള്ളതൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് കത്തയച്ചാൽ ആ കത്തിനെ ജനാധിപത്യപരമായ ഒരു സംവാദ സ്ഥാനമായി കാണുന്ന ആളോട് നിങ്ങൾക്ക് സംവാദത്തിലേർപ്പെടാം. ഹിന്ദുത്വം അടിസ്ഥാനപരമായി, എൻ്റെ ബോധ്യം ഞാൻ പറയാം, ഹിന്ദുത്വം അടിസ്ഥാനപരമായി ഒരു ഫാഷിസ്റ്റ് അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. അത് വിഭജനത്തിൻ്റെ യുക്തിയിലും അത് മതപരമായ രാഷ്ട്രഭാവനയിലും വേര് പിടിച്ചു നിൽക്കുന്ന ഒന്നാണ്. അത് അവർ തന്നെ സമ്മതിച്ചിട്ടുമുള്ള ഒന്നാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സംവാദം എന്ന് പറയുന്നത് ടെലിവിഷൻ ഡിബേറ്റ് പോലെ നടത്താൻ കേട്ടോ, മറിച്ച് അന്യോന്യം കുറച്ച് ചീത്തയൊക്കെ പറയാം എന്നല്ലാതെ എന്തെങ്കിലും ഫലപ്രാപ്തി ഉണ്ടാവുന്ന മട്ടിൽ ഹിന്ദുത്വവുമായിട്ടൊരു ഡയലോഗ് സാധ്യമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ആ സാധ്യതയെ തള്ളിക്കളയുന്നില്ല. ബട്ട് നോക്കൂ, ഇതിപ്പോഴേ UDF LDF തമ്മിലുള്ള തർക്കം പോലെ ഒരു തർക്കമാണ് ഹിന്ദുത്വവും ഇന്ത്യൻ ദേശീയതയും തമ്മിലുള്ളതെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാനത്തിനെതിരായ ഒരു വിധ്വംസക ശക്തിയുടെ പേരാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ളത്. അല്ലാതെ അത് ഇന്ത്യൻ ദേശീയതയ്ക്കെതിരാണ്. ഇങ്ങനെ പറയുമ്പോൾ വലിയ അപകടമൊക്കെ ഉണ്ടാവും. എങ്കിലും ഞാൻ പറയുകയാണ്, ഇന്ത്യൻ ദേശീയതയ്ക്കെതിരായി നിന്ന ഗാന്ധിയുടെ വധത്തിലും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയ്ക്കും ഒക്കെ വേണ്ടി ശ്രമിച്ച ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരാണ് ഹിന്ദുത്വം, ഹൈന്ദവ വർഗീയത എന്നത്. അതുമായി നിങ്ങൾക്കൊരു ജനാധിപത്യ സംവാദം സാധ്യമാകുമെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാവുന്നതാണ്, ചെയ്തു നോക്കാവുന്നതാണ്. സാർ നമസ്കാരം. ഇവിടെയാണ് സാറ് പറഞ്ഞു നമ്മുടെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൽ പോലും ഹിന്ദുത്വം കടന്നുകൂടി. അതോടൊപ്പം തന്നെ സാറ് പറഞ്ഞു നേരത്തെ ദേശീയത, ഇന്ത്യൻ ദേശീയത രൂപീകരണത്തിൻ്റെ സമയത്ത് പല നമ്മുടെ ഈ ആദിവാസി കലാരൂപങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെടുകയും ബ്രാഹ്മണ്യം മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് അതിനെയൊക്കെ രൂപപ്പെടുത്തിയതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഹിന്ദുത്വം എന്ന വാക്ക് മാറ്റിവെച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്വമാണ് നമ്മുടെ ദേശീയതയെ കാർന്നു നിന്നത് എന്ന രീതിയിലേക്കല്ലേ നമ്മളതിനെ സംവദിക്കേണ്ടത്? അല്ല, അടിസ്ഥാനപരമായി ഹിന്ദുത്വം എന്ന വാക്കിൽ അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള വാക്കിൽ ഇന്ന് അടങ്ങിയിട്ടുള്ളത്
ബ്രാഹ്മണിക മൂല്യങ്ങൾ തന്നെയാണ്, ബ്രാഹ്മണ്യം തന്നെയാണ്. പക്ഷെ ഹിന്ദു എന്ന വാക്ക് വ്യവഹാരത്തിൽ വന്നതുകൊണ്ടും ഹിന്ദുത്വം എന്ന പേരിൽ അത് വ്യവഹരിക്കപ്പെടുന്നതുകൊണ്ടും ആ വാക്ക് ഉപേക്ഷിച്ചാലുള്ളൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സവർക്കറുടെ പുസ്തകത്തിൻ്റെ പേര് ബ്രാഹ്മണ്യ എന്നല്ല, ഹിന്ദുത്വ എന്നാണ്. നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല. ഒരു ഫാസിസ്റ്റ് രാഷ്ട്രയുക്തിയെ മുമ്പോട്ട് വയ്ക്കുന്നതിൻ്റെ ആധാരമായി പഴയ ബ്രാഹ്മണ മതത്തെ ഹിന്ദുമതം എന്ന നിലയിൽ പുനർവിഭാവനം ചെയ്ത് അതിനെ ഒരു രാഷ്ട്രഭാവനയുടെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഹിന്ദുത്വം നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്ക്, അതിൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അതിൻ്റെ വേര് ബ്രാഹ്മണ്യം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ വാക്ക് നമുക്ക് മാറ്റി ബ്രാഹ്മണ്യം എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ എന്നും അറിഞ്ഞുകൂടാ. നമുക്കതിനെ രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കാം. വാക്ക്, കാരണം ഹിന്ദുത്വം എന്ന വാക്കും അതിൻ്റെ പ്രയോഗ ചരിത്രവും 100 കൊല്ലമായിട്ട് അവിടെ കിടക്കുകയാണല്ലോ. നമുക്കതിന് നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് പറ്റില്ലല്ലോ. ചരിത്രത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹിച്ച് ഇല്ലാതാക്കാൻ പറ്റില്ല, വന്നാൽ വന്നു. നമ്മുടെ ഈ സെഷൻ സമയബന്ധിതമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. 2 ചോദ്യങ്ങൾ കൂടി സാറിനോട്. അതിലൊന്ന് ഈ സെഷൻ്റെ ഒരു പേര് മതനിരപേക്ഷതയുടെ വീണ്ടെടുപ്പാണ്. എവിടത്തേക്കാണ്, ഏതാണ് ആദർശാത്മകമായ ഒരു മോഡൽ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, സുനിൽ മാഷ് എന്നൊരു വ്യക്തിയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാലമായിട്ട് എനിക്ക് തോന്നിയത്, പല ഘടകമുണ്ട്, അതിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്താണ് സുനിൽ മാഷിൻ്റെ ഒരു കുറച്ചുകൂടി സജീവമായി, മാഷിനെ പറഞ്ഞിട്ടുണ്ട് നാരായണ ഗുരുവരൊക്കെ വായിക്കുന്നതടക്കം. എൻ്റെ ക്വസ്റ്റ്യൻ, ശബരിമല പ്രശ്നമെന്ന് പറഞ്ഞ ഒരു പക്ഷേ കേരളത്തിൻ്റെ നൂറ്റാണ്ടുകൾക്ക് പിന്നാക്കം കൊണ്ടുപോകുന്ന, മാഷയുടെ ഭാഷയെ പറഞ്ഞാൽ ആർത്തവ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരു വിഭാഗമുണ്ട്. മാഷിനെ പലപ്പോഴും ഉദാഹരണമായി എടുക്കുന്നത് സുഹോൾജി പഠിച്ച് PG കഴിഞ്ഞ ആളുകൾ പോലും ആർത്തവം പ്രശ്നമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന അങ്ങേയറ്റം പ്രാകൃതമായ പിന്നാക്കം നിൽക്കുന്ന ഈ മധ്യകാല യുക്തിയിലേക്ക് പോകുന്നതാണ്. ഞാൻ ഇവിടെ കാണുന്നൊരു കൗതുകം, അത് ഞാൻ കണക്ട് ചെയ്യുന്നത് സുനിൽ മാഷിൻ്റെയൊക്കെ വളരെ വിപ്ലവാത്മകമായ സംസാരങ്ങൾ, ഇടപെടലുകൾ, ഞാനത് ചരിത്രത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വെക്കുന്നത്. പക്ഷേ അതിനൊരു കാർണിവലാക്കി മാറ്റുന്നുണ്ടോ? വലിയ വേദികൾക്കകത്ത് ഒരു മുന്തിരി പോലെ, ഐസ്ക്രീമിലെ മുന്തിരി പോലെ സുനിൽ മാഷിയുടെ ഒരു പ്രസംഗമാണെന്നൊക്കെ ഉള്ള രൂപത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ആർത്തവ കലാപത്തിന് നേതൃത്വം കൊടുത്ത, ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവോരങ്ങളിൽ പ്രസംഗിച്ച ഒരു കൂട്ടം ആളുകൾക്കിടയിൽ സുനിൽ മാഷ് അതിൻ്റെ ഒരു വേദിയിലേക്ക് വരികയും സ്വാഗതം പറയുന്ന ആളും കൂട്ടി നടക്കുന്ന ആളുകളൊക്കെ ആർത്തവ കലാപ സിന്ദാബാദ് ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം മാഷ് എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ, ഞാനിപ്പോൾ ശബരിമല പ്രശ്നത്തിലൊക്കെയുള്ള എൻ്റെ നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നം അടിസ്ഥാനപരമായി ഹിന്ദുത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയ യുക്തിയായിരുന്നു എന്ന് അന്നും ഇന്നും കരുതുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്നും എനിക്കൊരു വ്യത്യാസവും ഇല്ല. അത് കേരളത്തെ വലിയ തോതിൽ മതവൽക്കരിക്കാനുള്ള തീവ്രമായൊരു പരിശ്രമമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്നും ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല, അതെല്ലാം അന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ തന്നെ ഹിന്ദുത്വവുമായുള്ള ഒരു വിപുലമായ പ്രതിരോധത്തിന് അത്തരം ഭിന്നതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് സൗഹൃദത്തിൻ്റെയോ സഹകരണത്തിൻ്റെയോ സംവാദത്തിൻ്റെയോ അന്തരീക്ഷമാകാം എന്ന് കരുതുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. അത് ഈ വിഷയത്തിലുള്ള കോംപ്രമൈസ് അല്ല. അത് ഈ വിഷയത്തിൽ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നിലപാട് തന്നെയാണ്. പക്ഷേ ഇന്ത്യ നേരിടുന്ന ഒരു ലാർജറായിട്ടുള്ള ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യവുമായിട്ട് വാസ്തവത്തിൽ ഈ ചോദ്യം ബന്ധപ്പെടുന്നുണ്ട്. നമ്മുടെ ദേശീയതാ സങ്കല്പത്തിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മതാത്മകതയുടെ പിടിമുറുക്കങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതിൽ ഇത് പെടുന്നുണ്ട് വാസ്തവത്തിൽ. കാരണം മദനമോഹന മാളവ്യയ്ക്ക് അല്ലെങ്കിൽ ലാലാ ലജ്പത് റായിയുടെ ഒരു കഥ ഞാൻ പറയാം കേട്ടോ. കൊളംബിയ സർവകലാശാല അംബേദ്കർ പഠിക്കുന്ന സമയത്ത് അംബേദ്കറെ കാണാനായിട്ട് ലാലാ ലജ്പത് റായ് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരണം എന്ന് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ. അംബേദ്കർ പറഞ്ഞു, 2000 കൊല്ലമായിട്ട് ഇന്ത്യയിലെ അധസ്ഥിത ജനതയെ അടിച്ചമർത്തി അടിമകളാക്കിയ സമയത്ത് നിങ്ങൾക്കൊരു പ്രയാസവും തോന്നിയില്ല. 150 കൊല്ലമായിട്ട് നിങ്ങളെ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രയാസമായി. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ സമരത്തിന് ഞാനില്ല എന്ന് പറഞ്ഞു അംബേദ്കർ. ഇതൊരു വസ്തുതയാണ്. നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ദേശീയതാ സങ്കല്പത്തിനുള്ളിൽ ജാതിമർദ്ദനത്തിനെതിരായ അംശങ്ങൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. ആ അംശത്തെ അല്പമെങ്കിലും കടത്തിക്കൊണ്ടുവന്ന ആളുടെ പേരായിരുന്നു ഗാന്ധി എന്നുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതാ സങ്കല്പത്തിനുള്ളിലുള്ള വൈരുദ്ധ്യങ്ങളെ നാം മറച്ചു വയ്ക്കേണ്ടതില്ല. ഞാൻ തുടക്കം മുതൽ പറയാൻ ശ്രമിച്ചൊരു കാര്യം അതാണ്. മതാത്മകമായ ഭൂതഭാവനയുടെ പിടിമുറുക്കം
ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ ബ്രാഹ്മണികമായൊരു ഭൂതകാല സങ്കല്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിനെ ചലഞ്ച് ചെയ്യുന്ന സോഷ്യലിസ്റ്റ് വീക്ഷണത്തിൻ്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. അതിൽ നെഹ്റു ഉണ്ടായിരുന്നു, ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആചാര്യ നരേന്ദ്രദേവിനെ പോലുള്ള സോഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ബാലഗംഗാധര തിലകനോ ലാലാ ലജ്പത് റായിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രാജേന്ദ്രപ്രസാദിനെ പോലുള്ള ആളുകളോ, രാജേന്ദ്രപ്രസാദ് അങ്ങനെ ഒരു തീവ്ര നിലപാടുകാരനായിരുന്നില്ല, പക്ഷേ ഈ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. ആ വൈരുദ്ധ്യത്തിൻ്റെ ഒരു തുടർച്ചയാണ് ശബരിമല കാലത്തെ ഈ പ്രശ്നം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങൾ പറയാം. സിദ്ധാന്തശുദ്ധി മുഴുവൻ ഉറപ്പാക്കിയിട്ട് സമരത്തിന് ഇറങ്ങുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരില്ല. സിദ്ധാന്തശുദ്ധമായി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പ്രസംഗവും പിന്നെ സെമിനാർ പ്രബന്ധം അവതരിപ്പിക്കലുമാണ്. റോട്ടിലിറങ്ങിയാൽ നിങ്ങൾ വൈരുദ്ധ്യത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് സൈദ്ധാന്തികമായിട്ട് ഈ അടിസ്ഥാന വിയോജിപ്പുണ്ട് തന്നെ, അതിൽ സംശയമൊന്നുമില്ല. ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒത്തുചേരാവുന്ന, അതിപ്പോൾ ഇവിടെയുള്ള ആളുകളോട് മാത്രമല്ല, ഇതിന് പുറത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പല നിലകളിൽ വിയോജിക്കുന്നവരോട് ഒത്തുപോകാനുള്ള ഒരു സാധ്യതയെ ആരായുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. ആ നിലപാട്, ആ സംവാദാത്മക തലം നിലനിൽക്കുന്നു. വിട്ടുവീഴ്ചയില്ലാതെ പോരാടേണ്ടത് ഇന്ത്യൻ ഫാഷിസത്തോടാണ്, അതിൻ്റെ രൂപത്തോടാണ്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെയും ചർച്ച ചെയ്യാം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് മറ്റേ നിലപാടിലുള്ള ഒത്തുതീർപ്പല്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചോദ്യം കൂടി, അതോടുകൂടി ഈ സെഷൻ അവസാനിപ്പിക്കും. സർ, എൻ്റെ പേര് ഷീല. ഇപ്പം നമ്മൾ സാറ് നേരത്തെ പറഞ്ഞിരുന്നു, മതപരമായിട്ടുള്ള അനാചാരങ്ങൾ ഭരണഘടനാപരമായ രീതിയിൽ നിരോധിച്ചാൽ മാത്രമേ അത് ഫലവത്താകുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലൊന്നാണ് നമ്മളുടെ സതി. അപ്പോൾ അതേപോലെ പല അനാചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലുത് ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ അവർ കഴിച്ചതിന് ശേഷമുള്ള ഇലകളിൽ കിടന്ന് ഉരുണ്ടാൽ മോക്ഷം കിട്ടും. അവർ കഴിച്ചതിന് ശേഷമുള്ള ഇലയിൽ കിടന്നുരുളുന്ന താഴ്ന്ന ജാതിക്കാരുണ്ട്. അത് നമ്മൾ കഥയിൽ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ നേരിട്ട് കാണാൻ പറ്റി. അതായത് അന്നദാനശാലയിൽ എല്ലാവരും നടക്കുന്ന സ്ഥലത്ത് നിലത്ത് വിളമ്പി കൊടുക്കുകയാണ് അവർക്ക്. നിലത്ത് 2 സ്ത്രീകളാണ് ആ നിലത്ത് ഭക്ഷണം കഴിക്കുന്നത്. അതിൽ പുരുഷന്മാരുണ്ട്, പക്ഷേ പുരുഷന്മാരെല്ലാം പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ 2 സ്ത്രീകൾ നിലത്തുനിന്ന് ആ ഭക്ഷണം വടിച്ച് കഴിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത് ഒരു തരത്തിലൊരു അനാചാരം തന്നെയല്ലേ? അങ്ങനെ ഒരിക്കലും ഒരു മതമോ ഒരു ദൈവമോ അങ്ങനെ പറയുമെന്ന് തോന്നില്ല. അപ്പോൾ അതെ, അല്ല, അത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആധുനികമായൊരു മൂല്യത്തിനോ ജീവിത വീക്ഷണത്തിനോ ഇണങ്ങാത്ത എത്രയെങ്കിലും ഭ്രാന്തുകൾ ആചാരങ്ങളുടെ പേരിൽ നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അതിപ്പം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയം മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ മുതൽ എത്രയെങ്കിലും തലങ്ങളിൽ ഇതുണ്ട്. ഭരണഘടന പക്ഷേ മുമ്പോട്ട് വയ്ക്കുന്നത് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്കെതിരായ ആചാരങ്ങളെ, മനസ്സിലായല്ലോ. ഇപ്പം അയിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഈക്വലാണ് എന്നുള്ള സങ്കല്പത്തിനെ എതിരാണ്. അതുകൊണ്ടാണ് ഭരണഘടന അതിനെ കുറ്റമാക്കുന്നത്. ഭരണഘടന കുറ്റമാക്കിയതുകൊണ്ട് അത് റദ്ദായോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഭരണഘടന റദ്ദാക്കിയതുകൊണ്ട് മാത്രമൊന്നും ഒരു കുറ്റവും ഇല്ലാതാവില്ല. അതിന് സാമൂഹ്യ ബോധം വേറെ വളരണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഉണ്ട്. നിശ്ചയമായിട്ടും അനാചാരങ്ങളുടെ വലിയൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 75 കൊല്ലം കൊണ്ട് ഒട്ടും കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, വേണ്ട പോലെ കൂടുകയും ചെയ്തു എന്നാണ് പലപ്പോഴും തോന്നുന്നത്. ചോദ്യങ്ങൾ ഇനിയുമുണ്ട് എന്നറിയാം, പക്ഷേ സമയം അതിനനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സെഷന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ ദിനേശൻ ഇടത്തലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, ഇന്ന് ഏറെ കാലിക പ്രസക്തിയുള്ള മതനിരപേക്ഷത വീണ്ടെടുക്കാനുള്ള വഴി എന്ന വിഷയത്തെ അധികരിച്ച് ഈ ഒരു സമയം നമ്മോട് സംവദിച്ച ബഹുമാന്യരായ ശ്രീ സുനിൽ പി ഇളയടം അവർക്കും ശശികുമാർ പനേരി അവർക്കും അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ PK ദാമോദരനും ഉള്ള നന്ദി ഈ ഒരു അവസരത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിനെ ധന്യമാക്കിയ എല്ലാ വ്യക്തികളോടും ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു.